ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗ്യ പദവിയാണ്. ജീവിതത്തിന്റെ എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കഴിയുന്നത് നാം കടന്നുപോയ ജീവിതാനുഭവങ്ങളിൽ നമുക്ക് വെളിപ്പെടുത്തിയ ദൈവിക അനുഭവങ്ങളാണ്. ദൈവം ആരാണെന്നും ദൈവം എങ്ങനെയാണെന്നും നമ്മുടെ അനുഭവങ്ങളിൽ അനുഭവിച്ചറിഞ്ഞതാണ് ഇന്ന് നാം കടന്നുപോകുന്ന സാഹചര്യങ്ങളുടെ നടുവിലും ദൈവത്തെ സ്തുതിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ദൈവത്തിന് മഹത്വവും ശക്തിയും കൊടുക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ഒരു മനോഹര സങ്കീർത്തനമാണ് 29-ാം സങ്കീർത്തനം. ദൈവത്തിന്റെ മഹത്വത്തെയും ദൈവത്തിന്റെ ശബ്ദത്തെയും ദൈവത്തിന്റെ ശക്തിയെയും വാനോളം വർണ്ണിച്ചിട്ട് 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവ ജലപ്രളയത്തിന്മീതെ ഇരുന്നു, യഹോവ എന്നേക്കും രാജാവായി ഇരിക്കുന്നു. ഇരുന്നു, എന്നേക്കും രാജാവായി ഇരിക്കുന്നു എന്ന രണ്ട് പദങ്ങൾ സാധാരണക്കാരായ നമ്മുടെ ഹൃദയത്തിനകത്ത് എന്നും ഒരു ഊർജം പകരുന്ന പദങ്ങളാണ്. നമ്മുടെ ദൈവത്തെ സംബന്ധിച്ച് നമുക്കൊരു കഴിഞ്ഞകാല അനുഭവങ്ങളുണ്ട്. സങ്കീർത്തനക്കാരൻ വിവരിക്കുന്നത് ജലപ്രളയത്തോടാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ 2018 എന്ന കൊല്ലത്തിൽ കേരളം ഒരു വലിയ ജലപ്രളയത്തെ നേരിട്ടതാണ്. അപ്രതീക്ഷിതമായി കാല് ചവിട്ടി നിന്ന മണ്ണ് ഒലിച്ചു പോകുന്ന പോലെ, കിടപ്പാടങ്ങൾ നഷ്ടപ്പെടുന്നത് പോലെ, സ്വരുക്കൂട്ടി വെച്ച സകലവും ഒലിച്ചു പോകുന്നത് കൺമുമ്പിൽ കണ്ടു നിന്ന് നിസ്സഹായനായി നിൽക്കുന്ന ഒരു മലയാളിയുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് അടിച്ചു കയറി വരുന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളായിട്ട് ഈ ജലപ്രളയങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും. കഴിഞ്ഞ കാല അനുഭവങ്ങളിലേക്ക് നോക്കിയാൽ നാം നേരിട്ട സകല പ്രതിസന്ധികൾക്കും സകല വേദനകൾക്കും അപ്രതീക്ഷിതമായ എല്ലാ അനുഭവങ്ങളിലൂടെ നാം കടന്നുപോയപ്പോഴും അതിന്റെ മുകളിൽ ഇരുന്ന, അതിനെ നിയന്ത്രിച്ച ഒരു കർത്താവിനെ നാം അനുഭവിച്ചിട്ടുണ്ട്. അതിനെ ചില കാറ്റുകളെയും ചില കടലുകളെയും ശാന്തമാക്കി തന്ന കർത്താവിനെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ആ ഉറപ്പിൽ ഇന്നും ഭക്തൻ പറയുകയാണ്: കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ സാഹചര്യത്തെ നിയന്ത്രിച്ച അതേ ദൈവം, കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ പ്രതിസന്ധികളിൽ എന്റെ അഭയമായി മാറിയ അതേ ദൈവം, ഇന്നും ആ ദൈവം എന്നേക്കും രാജാവായിട്ടിരിക്കുന്നു. ഇന്നലകളിൽ നടത്തിയ, ഇന്നലകളിൽ കരം പിടിച്ച, ഇന്നലകളിലെ പ്രതിസന്ധികളെ ശാന്തമാക്കിയ അതേ ദൈവം ഇന്നും രാജാവായിരിക്കുന്നു. ഇന്ന് ലോകം വളരെ അസ്വസ്ഥമാണ്, സാഹചര്യങ്ങൾ വളരെ ആശങ്കാവഹമാണ്. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പ്രതിസന്ധികളെ നിയന്ത്രിച്ച അതേ ദൈവം തന്നെ ഇന്നും സകലത്തെയും നിയന്ത്രിക്കുന്നെന്നും ഇന്നും യഹോവ വാഴുന്നെന്നും വിശ്വസിക്കാൻ, ഹൃദയത്തെ ബലപ്പെടുത്താൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതെ, നമ്മുടെ ദൈവം എന്നേക്കും രാജാവായിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.